സൗത്ത് അമേരിക്കൻ വമ്പന്മാരായ ബ്രസീലും അതുപോലെ തന്നെ ആഫ്രിക്കൻ കരുത്തുമായി വരുന്ന മൊറോക്കയും കഴിഞ്ഞ പോലത്തെ സെമി ഫൈനലിസ്റ്റും കൂടെ മൊറോക്ക, അതുകൊണ്ട് നമ്മൾ മറക്കരുത്. ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമുക്കറിയാം എന്തായാലും ഒരു അടിപൊളി മത്സരമായിരിക്കും. ഗ്രൂപ്പ് സ്റ്റേജിലെ ഏറ്റവും ടോപ്പ് മത്സരമായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ന്യൂജേഴ്സിയിൽ നടന്ന ഇന്നലത്തെ മത്സരത്തിൽ 80,000 പേർക്കാണ് സീറ്റിംഗ് കപ്പാസിറ്റി സ്റ്റേഡിയത്തിൽ ഉണ്ടായിരുന്ന. ഫുൾ ടിക്കറ്റ് സെയിലായി പോയിരിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ സ്റ്റേഡിയം, ഫുൾ പാക്ഡ് സ്റ്റേഡിയത്തിന് മുന്നിലാണ് മത്സരം നടന്നത്. ബ്രസീൽ ആരാധകർ മഞ്ഞ ഡ്രസ് അണിഞ്ഞ് അവരുടെ എന്താ പറയാ ആ മഞ്ഞയും വൈറ്റ് ഡ്രസ്സും അണിഞ്ഞ് ഫുൾ ആരാധകർ നിറഞ്ഞെത്തിയിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത്. എന്നാൽ മൊറോക്കോ ഒട്ട് മോശമാക്കിയില്ല. അവരുടെ റെഡ്, അവരുടെ ചുവന്ന ഡ്രസ്സുമായി അവരുടെ ആരാധകരും ജേഴ്സി ഇട്ടുകൊണ്ട് എത്തിയിരുന്നു. എന്തായാലും ഇത്ര ഫുൾ പാക്ഡ് സ്റ്റേഡിയത്തിൽ കളിക്കുമ്പോൾ ഇരു ടീമിനും പ്രഷർ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അതുപോലെ തന്നെ കളി തുടങ്ങിയപ്പോൾ തുടക്കത്തിൽ തന്നെ മൊറോക്കയുടെ ഒരു അറ്റാക്കിംഗ് ആയിരുന്നു നമ്മൾ കണ്ടത്. മൊറോക്ക തങ്ങൾ എന്തുകൊണ്ടാണ് കഴിഞ്ഞ കൊല്ലത്തെ സെമി ഫൈനലിൽ കളിച്ചതെന്നും അതുപോലെ തന്നെ വലിയ ടീമുകളെ ബീറ്റ് ചെയ്യാനുള്ള തങ്ങളുടെ ശക്തി എന്താണെന്നൊക്കെ തെളിയിക്കേണ്ട ഒരു മത്സരമായിരുന്നു. ആദ്യം ഒരു 30 മിനിറ്റ് മൊറോക്ക കളിച്ചത്. അതിന്റെ ഫലമായി 30-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് സൂപ്പർ താരം ബ്രാഹിം ഡേസിന്റെ ഒരു കിഡിലൻ അസിസ്റ്റിൽ നിന്ന് അവർ സ്ട്രൈക്കർക്ക് ഗോൾ നേടാൻ പറ്റി എന്നത് വലിയൊരു കാര്യമാണ് മൊറോക്കയെ സംബന്ധിച്ച്. നമ്മൾ ആ ഗോൾ വന്നപ്പോൾ വിചാരിച്ചു ബ്രസീൽ അതുവരെ പന്ത് തൊട്ടിട്ടില്ല. അപ്പൊ നമ്മൾ വിചാരിച്ചു ബ്രസീല് കഴിഞ്ഞു. ബ്രസീലിന്റെ മധ്യനിരയിൽ ഫുൾ മിസ് പാസസ് ആയിരുന്നു. പക്കറ്റ് ആയിക്കോട്ടെ, ഇതിനെ ബ്രൂണോ ഗിമറസ് ആയിക്കോട്ടെ, എല്ലാവരും ഒന്നിനൊന്ന് കാസിമിറോ ഒക്കെ 3 പേരും പന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കടന്നു പോകുന്നൊരു 30 മിനിറ്റാണ് ആദ്യത്തെ നമ്മൾ കടന്നത്. എന്നാൽ അതിനുശേഷം ബ്രസീൽ ഇത്തിരി അറ്റാക്കിംഗ് ചെയ്യാൻ തുടങ്ങി, ബോൾ കൈവശം വെച്ച് കളിക്കാൻ തുടങ്ങി. അതിന്റെ ഫലമായി തന്നെ ഫസ്റ്റ് ഹാഫിന് തൊട്ട് മുമ്പായിട്ട് തന്നെ വിനീഷ്യസ് ജൂനിയർ, റയൽ മാഡ്രിഡിൽ എന്താണ് വിനീഷ്യസ് ജൂനിയർ ചെയ്യാറ്, അങ്ങനെ പറഞ്ഞാൽ ലെഫ്റ്റ് വിങ്ങിൽ കൂടെ കട്ട് ചെയ്ത് കയറി വന്നു 1-2 ഡിഫൻഡേഴ്സിനെ ഡ്രിബിൾ ചെയ്ത് കയറിയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു കിടിലൻ റൈറ്റ് ഫുട്ട് ഷോട്ട് ഉണ്ട് പുള്ളിയിൽ. ആ ഷോട്ട് തന്നെ ഇന്നലെ ആവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. റയൽ മാഡ്രിഡിലെ വിനീഷ്യസ് ഇസ് ബാക്ക്. അതേ ഫോമിലുള്ള വിനീഷ്യസിനെ ബ്രസീലിൽ നമുക്കധികം കാണാൻ കിട്ടിയിരുന്നില്ല. എന്നാൽ ഇന്നലെ കണ്ടിരിക്കുന്നു താരത്തിന്റെ 10ാം ഗോള് ബ്രസീൽ ജേഴ്സിയിൽ. 50ാം മത്സരം കളിക്കുന്ന വിനീഷ്യസ് 10 ഗോളുകൾ കൈക്കലാക്കിയിരിക്കുന്നു എന്നതും ഇന്നലത്തെ ഒരു റെക്കോർഡാണ് താരം കൈക്കലാക്കിയിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഗോളോടുകൂടി ബ്രസീൽ 1-1 സമനില പിടിച്ചു. പിന്നീട് എന്താ പറയാ ബ്രസീലും നല്ല രീതിയിൽ കളിക്കാൻ തുടങ്ങി. മധ്യനിരയിൽ ഇരു ടീമും കളിക്കാൻ തുടങ്ങിയോടുകൂടി കളി ഇത്തിരി തണുത്ത മട്ടായി. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഇരു ടീം അറ്റാക്കിന് ശ്രമിക്കാതെ ബോൾ പൊസഷൻ വെച്ച് കളിക്കാനാണ് ശ്രമിച്ചത്. അങ്ങനെ ഒരു 80 മിനിറ്റ്സ് വരെ അങ്ങനെ തന്നെയായിരുന്നു. ഇരു ടീമുകളും മധ്യനിരയിൽ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് കളിക്കുന്ന ഒരു ഇതാണ്. അതിന്റെ ഇടയിൽ ബ്രാഹിം ഡേസിനൊക്കെ മൊറോക്കോ സബ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബ്രസീലാവട്ടെ യെല്ലോ കാർഡ് കിട്ടിയ കാസിമിറോയും അതുപോലെ തന്നെ നമ്മുടെ റൈറ്റ് ബാക്ക് ആയിരുന്ന താരത്തിനൊക്കെ കയറ്റിയിട്ട് ഡാനിലോയൊക്കെ കൊണ്ടുവന്നു മധ്യനിരയ്ക്ക്. അതുപോലെ എന്താ പറയാ കളി മൊത്തം ചേഞ്ച് ചെയ്യാൻ വേണ്ടി മധ്യനിര ഫുള്ളായിട്ട് ആഞ്ചലോട്ടി മാറ്റുന്നതാണ് നമ്മൾ അതിനുശേഷം കാണുന്നത്. അതിനെ നമ്മുടെ മറ്റേ ഡാനിലോ വന്നു, മധ്യനിരയിലെ ഡാനിലോ വന്നു, റൈറ്റ് ബാക്ക് ഡാനിലോ വന്നു. അങ്ങനെ എന്താ പറയാ മൊത്തത്തില് കളി പിന്നീട് ബ്രസീല് സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ പിടിക്കാൻ നോക്കി. അതുപോലെ മാത്യൂസ് കുനിഗ, യുണൈറ്റഡിന്റെ മാത്യൂസ് കുനിഗ സെക്കൻഡ് ഹാഫിൽ ഇറങ്ങി. ഒരു 60 മിനിറ്റിന് ശേഷം താരം ഇറങ്ങി. അപ്പൊ താരൊക്കെ വന്നപ്പോ എന്നാ ഒന്നാമത് എന്താ പറയാ മത്സരം വേഗമാവുമെന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷെ താരം ഹോൾഡ് ചെയ്ത് കളിക്കാനാണ് ശ്രമിച്ചത്. എന്താ പറയാ മൊത്തത്തിൽ ഇഗർത്തിയാഗോ എന്നല്ല ഫസ്റ്റ് ഹാഫ് മൊത്തത്തില് എന്താ പറയാ നമ്പർ 9 സ്ട്രൈക്കർ ചെയ്യേണ്ട ഒരു റോളും താരത്തിൽ ചെയ്യാൻ നല്ല സാധിച്ചിട്ടില്ല. ഫോം ഔട്ട് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്യൂസ് കുനിഗ വന്നപ്പോൾ നമ്മളൊരു ചേഞ്ച് ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ കുനിഗയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്താ പറയാ പിന്നെ എല്ലാവരും നല്ല രീതിയിൽ കളിക്കാൻ ശ്രമിച്ചു. ബ്രസീലും മൊറോക്കയും മധ്യനിരയിലായി. ഇരുവരും പിന്നെ തണുത്ത മട്ട് കളിയായി അങ്ങോട്ട് ഇങ്ങോട്ട് പൊസഷൻ ചെയ്യുന്നു. ഇരുവരും വിശ്വാസികളിലേക്ക് കിടക്കുന്നു. അതാണ് സെക്കൻഡ് ഹാഫിലെ പ്രത്യേകത. അങ്ങനെ കളി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സെക്കൻഡ് ഹാഫിൽ പോയി ഒരു 80 മിനിറ്റ്സ് വരെ അങ്ങനെ തന്നെ പോകുന്നു. അതിനുശേഷം ഇരു ടീമുകളൊന്ന് അറ്റാക്ക് ചെയ്യാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുന്നു. അതിന്റെ ഭാഗമായി ഇരു ടീമുകൾക്ക് കോർണറുകളൊക്കെ ലഭിക്കുന്നു. പിന്നെ ഒരു കാര്യം പറയേണ്ടത്, അറ്റാക്ക് ചെയ്ത് കൂടുതൽ നേരം മൊറോക്ക ആണെങ്കിലും കോർണേഴ്സ് ഏറ്റവും കൂടുതൽ നേടിയത് ബ്രസീലാണ്. പക്ഷെ ഒന്നുപോലും കൺവേർട്ട് ചെയ്യാൻ ബ്രസീലിന് സാധിച്ചില്ല. അതുപോലെ ഫ്രീ കിക്ക് ഏറ്റവും കൂടുതൽ നേടിയത് മൊറോക്കയാണ്. എന്നാൽ അത് കൺവേർട്ട് ചെയ്യാൻ അവരും പരാജയപ്പെട്ടതോടുകൂടിയാണ് മത്സരം 1-1 സമനിലയിൽ അവസാനിച്ചത്. എനിവേ ഇപ്പൊ ഇരു ടീമും 1-1 അവസാനിച്ചതോടുകൂടി ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ആരാവുമെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിലാണ് ആരാധകർ. കാരണം അടുത്ത 2 മത്സരം ഹെയ്തിയും സ്കോട്ട്ലൻഡ് ആയിട്ടാണ് ഇരു ടീമുകൾക്കും കളിക്കാനുള്ളത്. അവരുടെ ഒപ്പം 2 കളി ജയിച്ചാൽ തന്നെ ഗോൾ ഡിഫറൻസ് ആയിരിക്കും തീരുമാനിക്കുക ആരായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യൻ എന്ന്. എന്തായാലും ആഫ്രിക്കൻ കരുത്തും സൗത്ത് അമേരിക്കൻ ലാറ്റിൻ അമേരിക്കൻ കരുത്തും കൂടി ബലാബലമായ ഒരു മത്സരമാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോ എന്താ പറയാ നമുക്ക് നോക്കാം ആരായിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാരാകാന്ന്. എനിക്ക് ഇരു ടീമിന് സാധ്യത ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇരു ടീം ഇന്നലെ നല്ല മനോഹരമാണ് കളിച്ചത്. ഇനിയിപ്പോ സ്കോട്ട്ലാൻഡിന്റെ കളി ഇപ്പോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഹെയ്ഗിയായിട്ട്. അപ്പൊ അതുകൊണ്ട് സ്കോട്ട്ലാൻഡ് എങ്ങനെ കളിക്കുന്നതിനനുസരിച്ചിരിക്കും ഗ്രൂപ്പ് ചാമ്പ്യന്മാർ ആരായിരിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റുക. എന്നിരുന്നാലും എന്റെ ഒരു പ്രഡിക്ഷൻ വെച്ചിട്ട് ഫസ്റ്റ് ബ്രസീൽ തന്നെ ആയിരിക്കും ഗോൾ ഡിഫറൻസിൽ, സെക്കൻഡ് മൊറോക്കോ എത്തും, തേർഡ് സ്കോട്ട്ലാൻഡ് ഫിനിഷ് ചെയ്യും, ഫോർത്ത് ഹെയ്തി ഫിനിഷ് ചെയ്യും. ഇതായിരിക്കും ഈ ഗ്രൂപ്പിന്റെ ഒരു ചിത്രം എന്നാണ് എന്റെ ഒരു ഇന്നത്തെ കളി കണ്ട എന്റെ ഒരു നിഗമനം. ഹെയ്തിരെ കളി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ടതിന് ശേഷം നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം.